ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ശ്രീലങ്കൻ ഡിഷായിട്ട് തന്നെ. അപ്പോൾ നല്ല മധുരവും ഇതും കൂടിയുള്ള നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് മോർണിംഗോ കഴിക്കുക. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് ഗീ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ, ചിരണ്ടിയ തേങ്ങയില്ലേ, അപ്പോൾ ഒരു കപ്പാണ് ഇടുന്നത്. അപ്പോൾ ഒരു കപ്പ് ചിരണ്ടിയ തേങ്ങയില്ല, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് പതട്ടി കൊടുക്കുക, വാട്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഇതായി ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ പേര് ശർക്കര എന്ന്, എനിക്ക് ശരിക്കും അതിൻ്റെ പേര് ശരിയാവില്ല, മെല്ല എന്നാണ് പറയുന്നത് ഗായ്സ്. അപ്പോൾ എനിക്കതങ്ങനെ അറിയില്ല, അതുകൊണ്ട് ഞാൻ ശർക്കര എന്ന് പറയാം. അതൊന്ന് മെൽട്ടാക്കിയിട്ടുള്ള, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഷുഗർ എത്ര വേണമെന്നുണ്ടാവുമല്ലോ, ഈ പരുവത്തിലാണ്. എനിക്ക് ഇത്ര മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലായിടത്തും പിടിക്കുന്ന ഇതായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. അപ്പോൾ അത് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ടീസ്പൂൺ ഏലക്കപ്പൊടി അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി വരുന്നത് ഇത് പരുവായി ഗായ്സ്. അപ്പോൾ അടുത്ത് നമുക്ക് അതിൻ്റെ പൊടിയിലേക്ക് പോവാം. അപ്പോൾ അതെന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഞാൻ എടുത്ത് വെച്ചത്. അപ്പോൾ ഒരു കപ്പൊന്നും വേണ്ട, എനിക്ക് ഒരു 1/4 കിലോന് ഒരു 250 ഗ്രാം പൊടി, അരിപ്പൊടിയാണ്. ഉപ്പിടണം, ഒരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം ഒരു കപ്പ് തെളിച്ച വെള്ളം, ഇത് വലിയതാണ്, ഒരു 1/2 ലിറ്റർ വെള്ളം വരും. അപ്പം ഞാൻ അത്ര ഒന്നും എടുത്തിട്ടില്ല, അത് ചൂടുള്ളതുകൊണ്ടാണ് ഞാനത് ആ കപ്പിനെ കൊണ്ട് പിടിച്ചത്. എന്താണെന്ന് വെച്ചാൽ നല്ലോണം തിളച്ചുകൊണ്ട് നിൽക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ അത് പൊടി ശരിയായി വരൂലേ. അപ്പം നന്നായിട്ട് കുഴച്ച് നല്ലോണം ഒന്ന് കുഴച്ച് പിടിപ്പിക്കണം. എന്താ വെച്ചാൽ കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പരുവത്തിൽ എടുക്കേണ്ടത്, ഇങ്ങനെ കയ്യിലൊന്നും പറ്റാത്ത വിധത്തിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇതാക്കുക. അപ്പം നമ്മൾ ഈ ഇടിയപ്പത്തിൻ്റെ ഇതുണ്ടാവുമല്ലോ, അതിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പത്തിരിയൊക്കെ ആക്കുമല്ലോ, അതേപോലെ തന്നെ സ്റ്റൈല്, വലിയ പണിയൊന്നുമില്ല, ഈസി ആയിട്ട്, പിന്നെ ഹെൽത്തിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിയൊക്കൊന്നും ഓയിൽ ഭക്ഷണം കൊടുക്കാണ്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നതല്ലേ നല്ലതാണ്. ഞാൻ അധികം എൻ്റെ കുട്ടികൾക്ക് ഒരു ഞായറാഴ്ച സമയത്ത് ഈവനിങ് ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഈ പരുവത്തിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. അതിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കിയ പണ്ടുണ്ടല്ലോ, തേങ്ങാപ്പണ്ടോ, അത് ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് വെക്കുക. നല്ലോണം വെക്കണേ, എന്നാലേ ശരിയാവും. അപ്പോൾ അത് നല്ലോണം ഫില്ലായിട്ട് അത് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇത് കാണുന്നില്ലേ നിങ്ങൾ, ഇങ്ങനെ നന്നായിട്ട് അങ്ങ് ഉരുട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഇത് പോകാൻ പാടില്ല, എന്ന് വെച്ചാൽ നൂല് പോലത്തെ സാധനമല്ലേ, അതങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ ഇതാണ് പരുവം. ഓക്കെ, ഇത് റെഡിയായിന്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടി അതിലിങ്ങനെ ചുറ്റിയെടുക്കുക. നന്നായിട്ട് തിങ്ങായിട്ട് ചുറ്റിയെടുത്ത് അത്രയും നല്ലതാണ്. പക്ഷേ വേണ്ടല്ല, ടേസ്റ്റ് അങ്ങ് കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ആയതിൻ്റെ ശേഷം പിന്നെ നമ്മളത് സ്റ്റീമാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് മതി, വേഗം സ്റ്റീം ചെയ്തെടുക്കാം, വേഗം ആകുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് 5 മിനിറ്റ്സിന് ശേഷം ഇതാ പരുവം കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ കട്ടൻ ചായൻ്റെ അപ്പുറം ഈവനിങ് സ്നാക്കായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ആരും മിസ്സാക്കേണ്ട, കുട്ടിയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെൽ ബട്ടൺ